ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയും 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ദാനധർമ്മം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത്തു കൈ ചെയ്യുന്നത് ഇടത്തു കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തിരുവീഥികളിലും കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി. പ്രതിവചനം. യഹൂദർ മതാനുഷ്ഠാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായി കണ്ടിരുന്ന 3 പ്രവൃത്തികളാണ് ധർമ്മദാനം, പ്രാർത്ഥന, ഉപവാസം എന്നിവ. എന്നാൽ ദൈവത്തിന് പ്രീതിജനകമായ വിധം ഈ 3 കാര്യങ്ങളും ചെയ്യുക എന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവരുടെ പ്രശംസ ലഭിക്കാനാണ് യഹൂദർ ഇക്കാര്യങ്ങൾ തികഞ്ഞ ശ്രദ്ധയോടെ അനുവർത്തിച്ചു പോന്നത്. ഇന്നത്തെ വചനഭാഗത്തിലൂടെ ഈശോ തൻ്റെ ശിഷ്യരെ ദൈവത്തിന് പ്രീതികരമായ വിധം ധർമ്മദാനം നിർവഹിക്കാൻ പഠിപ്പിക്കുകയാണ്. യഹൂദർ ധർമ്മം കൊടുക്കുന്നതിന് ദേവാലയത്തിൽ ബലി അർപ്പിക്കുന്നതിലും വലിയ സത്കൃത്യമായി കണക്കാക്കിയിരുന്നു. അതിനാൽ കൂടുതൽ സംഭാവനകൾ നൽകുന്നവരെ കൂടുതൽ നീതിമാന്മാരായും ദൈവത്തിന് പ്രിയപ്പെട്ടവരായും ജനം പരിഗണിച്ചിരുന്നു. അതിനാൽ ജനത്തിനിടയിൽ നീതിമാനായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ അത് മറ്റുള്ളവരെ കാണിക്കാൻ പരിശ്രമിച്ചിരുന്നു. ഇതറിയാവുന്ന ചില ഭിക്ഷക്കാർ തങ്ങളുടെ കൈവശം ഒരു കാഹളം കരുതുന്നത് പതിവായിരുന്നു. ആരെങ്കിലും അവർക്ക് ഭിക്ഷ നൽകുമ്പോൾ അവർ ഉറക്കെ കാഹളം മുഴക്കി മറ്റുള്ളവരുടെ ശ്രദ്ധ അങ്ങോട്ട് ആകർഷിക്കുമായിരുന്നു. തങ്ങൾ കൊടുക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ ഇതുകൂടാതെ വേറെ പല വഴികളും അവർ കണ്ടെത്തിയിരുന്നു. എന്നാൽ അവർ ചെയ്യുന്നത് ഒരു സൽക്കർമ്മം ആണെങ്കിൽ പോലും അത് ചെയ്യുന്ന രീതിയിലും ചെയ്യുന്നവരുടെ ഉദ്ദേശവും തെറ്റായതിനാൽ ആ പ്രവൃത്തിക്ക് ദൈവസന്നിധിയിൽ യാതൊരു വിലയും ഉണ്ടാവില്ല എന്നാണ് ഈശോ ശിഷ്യർക്ക് നൽകുന്ന പ്രബോധനം. ഈശോ ഇന്നത്തെ വചനഭാഗത്തിലൂടെ ഒരിക്കൽ കൂടി മതാനുഷ്ഠാനങ്ങളുടെ ശരിയായ ഉദ്ദേശത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ തൻ്റെ ശിഷ്യരെ പ്രേരിപ്പിക്കുകയാണ്. യഹൂദ ജീവിതത്തിൽ ഒഴിച്ചുകൂട്ടാൻ ആകാത്ത ആചാരങ്ങളിൽ ഒന്നായിരുന്നു ദിവസേന 3 നേരം പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന വേളകളിൽ തങ്ങൾ ദൈവത്തിന് പ്രീതികരമായ ഒരു കാര്യമാണ് ചെയ്യുന്നത് എന്നവർ കരുതിയിരുന്നു. ആ ചിന്താഗതി ക്രമേണ വളർന്നു വന്ന് പ്രാർത്ഥന അവരുടെ ഒരാവശ്യത്തേക്കാൾ ഉപരി ദൈവത്തെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു മാർഗമായി പ്രാർത്ഥന മാറി.
ഹൃദയത്തെ അകറ്റി നിർത്തി കേവലം ബാഹ്യമായ ഒരു അനുഷ്ഠാനമായി പ്രാർത്ഥന മാറിയപ്പോൾ അത് യാന്ത്രികമായ ഒന്നായിത്തീർന്നു. ഈ യാന്ത്രിക പ്രവൃത്തിയിൽ അവർക്ക് അല്പമെങ്കിലും സന്തോഷം ലഭിച്ചിരുന്നത് മറ്റുള്ളവർ അവരുടെ പ്രാർത്ഥനയുടെ തീവ്രതയെപ്പറ്റി പുകഴ്ത്തി സംസാരിക്കുമ്പോഴായിരുന്നു. മറ്റുള്ളവരുടെ പ്രീതി കരസ്ഥമാക്കാനും തൻ്റെ പ്രവൃത്തികൾ ദൈവസന്നിധിയിൽ നിരത്തി പറഞ്ഞ് ദൈവത്തെ സംപ്രീതി കൂടുതൽ സമ്പാദിക്കാനുമുള്ള അവസരങ്ങളായിരുന്നു യഹൂദർക്ക് പ്രാർത്ഥന വേളകൾ. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിലൂടെ ലൂക്ക 18-9-14 വരെയുള്ള വാക്യങ്ങൾ. ഈശോ യഹൂദരുടെ ഇടയിൽ നിലനിന്നിരുന്ന പ്രാർത്ഥന രീതിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ വ്യക്തത നൽകുന്നുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തേക്കാൾ ഉപരിയായി മനുഷ്യരുടെ പ്രീതി അന്വേഷിക്കുന്നതിനെക്കുറിച്ചുള്ള യേശുവിൻ്റെ ഈ പ്രബോധനം നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാൻ നിർബന്ധിക്കുന്ന ഒന്നാണ്. പൊങ്ങച്ചം വളരെ പെട്ടെന്ന് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. കാരണം ലോകത്തിൻ്റെ പ്രശംസ നേടിയെടുക്കാൻ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ദൈവത്തിന് യാതൊരു സ്ഥാനവുമില്ല. ഇവിടെ ദുഃഖകരമായ വസ്തുത പൊങ്ങച്ചക്കാർ സാധാരണ ചെയ്യുന്നതെല്ലാം സൽപ്രവൃത്തികളാണ് എന്നുള്ളതാണ്. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ തങ്ങൾ അംഗീകരിക്കപ്പെടണം എന്നല്ലാതെ മറ്റു യാതൊരു നിബന്ധനകളോ ദുരുദ്ദേശങ്ങളോ അവർ മനസ്സിൽ വയ്ക്കാറില്ല എന്നതാണ്. എന്നിട്ടും ദൈവസന്നിധിയിൽ അവരുടെ പ്രവർത്തികൾ നിരാകരിക്കപ്പെടുന്നു. കാരണം ദൈവമഹത്വമല്ല അവർ കാക്ഷിക്കുന്നത്, അവരുടെ തന്നെ പേരും പെരുമയുമാണ്. ജീവിതത്തിൽ നിരവധിയായ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് നാം എല്ലാവരും. നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തോടുള്ള കൃതജ്ഞത സൂചകമായാണോ നമ്മൾ നമ്മുടെ അയൽക്കാരനെ സഹായിക്കുന്നത്? അതോ ആ പ്രവൃത്തിയിലൂടെ ലഭിക്കുന്ന അംഗീകാരത്തിനും ആത്മപ്രശംസയ്ക്കും വേണ്ടിയോ? പൊങ്ങച്ചക്കാർക്ക് അവരുടെ പ്രവൃത്തിയിലെ കേവല പ്രകടനാത്മകയും സ്വഭാവത്തിലെ കാപട്യവും വാക്കുകളിലെ വീമ്പും എളുപ്പം തിരിച്ചറിയാൻ സാധിച്ചു എന്ന് വരികയില്ല. അതിനാൽ പലരും അവരുടെ ദൗർബല്യത്തെ മുതലെടുത്ത് അവരെ കൊണ്ട് വലിയ സംഭാവനകൾ നല്ല കാര്യങ്ങൾക്കായി കൊടുപ്പിക്കാറുമുണ്ട്. നന്മ മുന്നിൽ കണ്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നതെങ്കിലും മറ്റുള്ളവരുടെ ദൗർബല്യത്തെ ചൂഷണം ചെയ്യുകയും അവരിലെ പാപാവസ്ഥയെ ഊട്ടി വളർത്തുകയും ചെയ്യുമെന്നതിനാൽ ആ പ്രവണതയെയും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. ദൈവത്തിനു മുമ്പിൽ ഒരിക്കലും നമ്മുടെ ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുന്നില്ല. ധർമ്മദാനം ആവശ്യമായി വരുന്ന അവസരങ്ങളിൽ മറ്റുള്ളവർ അറിയുമോ എന്ന ഭയം കൊണ്ട് അത് ചെയ്യരുത് എന്നല്ല ഈശോ നമ്മോട് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ധർമ്മദാനം നമ്മൾ രഹസ്യമാക്കി വെക്കേണ്ടത് നമ്മോട് തന്നെയാണ്. അഹങ്കരിക്കാനും ആത്മപ്രശംസ ചെയ്യാനുമുള്ള നമ്മിലെ പാപത്തിൻ്റെ പ്രേരണയിൽ നിന്നുമാണ് നാം അത് രഹസ്യമായി സൂക്ഷിക്കേണ്ടത്. മറ്റുള്ളവർ പ്രശംസിച്ചേക്കുമോ എന്നു ഭയന്ന് അന്യരെ സഹായിക്കാനുള്ള അവസരങ്ങൾ നാം ഒരിക്കലും പാഴാക്കി കളയാൻ പാടില്ല. മറ്റുള്ളവരുടെ പ്രശംസ ആത്മപ്രശംസയായി മാറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം. ആത്മസംതൃപ്തിയോ ദൈവത്തിന് പ്രിയപ്പെട്ടവൻ എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കുകയോ ആയിരിക്കരുത് നമ്മുടെ മതാനുഷ്ഠാനങ്ങൾക്ക് പിന്നിലുള്ള പ്രേരക ശക്തി. ദൈവത്തോടുള്ള സ്നേഹവും ആദരവും ഭക്തിയും അനുസരണവും പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളായിരിക്കണം അവ. അപ്പോൾ നമ്മുടെ ഹൃദയവിചാരങ്ങൾ വിവേചിച്ചറിയുന്ന ദൈവം നമുക്ക് പ്രതിഫലം നൽകും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തെ പ്രീതിപ്പെടുത്തുകവരാകാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും ആത്മീയ ജീവിതത്തിൽ നമുക്ക് തെറ്റുപറ്റുന്നത് ഒരേ സമയം ദൈവത്തെയും മനുഷ്യനെയും പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ്. പ്രാർത്ഥനയും മറ്റ് സൽപ്രവർത്തികളും ദൈവത്തിന് പ്രീതികരമായവ ആയതിനാൽ നമ്മുടെ ജീവിതത്തിലെ കുറേ സമയം അതിനുവേണ്ടി മാറ്റിവെക്കുകയും പിന്നീടുള്ള സമയം നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി മാറ്റിവെക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അഥവാ
മനുഷ്യരോടുള്ള സ്നേഹത്തിൽ നമ്മൾ കാണിക്കുന്നത് പോലെ തന്നെ ദൈവത്തോടുള്ള സ്നേഹത്തിലും നമ്മൾ അതിരുകൾ നിശ്ചയിക്കുന്നു. എന്നാൽ ദൈവസ്നേഹത്തിന് അതിരുകളില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടേത്. അതിനർത്ഥം നമ്മുടെ കുടുംബത്തോടും ലോകത്തോടുമുള്ള കടമകളും കടപ്പാടുകളും ഉപേക്ഷിച്ച് സദാസമയവും ദൈവിക കാര്യങ്ങളിൽ വ്യാപരിക്കുക എന്നതല്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സമയവും സൗകര്യവും സന്തോഷവും മാറ്റിവെച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നൊരു ധാരണ നാം അറിയാതെ തന്നെ നമ്മിൽ ഉടലെടുക്കും. അതുമൂലം നമ്മൾ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായി മാറുകയും ചെയ്യും. എന്നാൽ നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് ദൈവത്തിന് പ്രീതികരമായവ ചെയ്യാനല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തികളും ദൈവത്തിന് പ്രീതികരമായി ചെയ്യുവാനാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ജീവിതത്തിൽ അല്പം സമയം കണ്ടെത്താൻ ശ്രമിക്കുന്നതിന് പകരം ദൈവം നമ്മിലേക്ക് ചൊരിയുന്ന കൃപകൾ ഉപയോഗിച്ച് ജീവിതം മുഴുവൻ ഒരു പ്രാർത്ഥനയാക്കി മാറ്റാൻ നമുക്കാവണം. നിങ്ങളുടെ ജോലി എന്തു തന്നെയായാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. കൊളോസോസ് 3-ാം അധ്യായം 23-24 വാക്യങ്ങൾ. നമ്മുടെ ബലഹീനതകളിൽ നമ്മെ സഹായിച്ച് നമ്മുടെ പ്രവൃത്തികളെ പ്രാർത്ഥനയാക്കി മാറ്റി നമുക്കായി മാധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി ദാഹിച്ചു പ്രാർത്ഥിക്കാം. പാപങ്ങൾ ചെയ്ത് ദൈവത്തിൽ നിന്നകന്നു പോയി എന്ന ബോധ്യം ലഭിച്ച അവസരങ്ങളിലൊക്കെ ഇസ്രായേൽ ജനം ഉപവാസത്തിലൂടെയായിരുന്നു പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്തിരുന്നത്. വസ്ത്രം കീറി ചാരം പൂശി ചാക്കൊടുത്ത് അവർ പാപപൊരുതിക്കായി പ്രാർത്ഥിച്ചിരുന്നു. കാലക്രമേണ ദൈവത്തിൻ്റെ കരുണയെ ദുരുപയോഗം ചെയ്യുന്ന ഒരു പ്രഹസനമായി ഉപവാസം മാറി. ദൈവകൃപയിലേക്ക് തിരികെ വരാനുള്ള ഒരവസരമായി ഉപവാസത്തെ കണ്ടിരുന്ന അവസ്ഥയിൽ നിന്നും മാറി തൻ്റെ പാപം കണ്ടുപിടിക്കപ്പെട്ടു എന്നു വരുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ഉപാധിയായി അത് മാറി. എന്നാൽ പുറമോടികൾ കണ്ടു മയങ്ങുന്നവനല്ല ദൈവം. തൻ്റെ ഇഷ്ടജനത്തിൻ്റെ കാപട്യം കണ്ട് വേദനയോടെ അവിടുന്ന് പ്രവാചകനിലൂടെ അരുളി ചെയ്തു. ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. ജോയൽ 2-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ചെയ്തുപോയ പാപങ്ങളെപ്പറ്റി പശ്ചാത്തപിച്ച് നുറുങ്ങിയ ഹൃദയവുമായി ദൈവത്തെ സമീപിക്കാൻ നമുക്കാവുന്നുണ്ടോ? അതോ നമ്മുടെ ഉപവാസങ്ങളും മറ്റ് പരിഹാര പ്രവർത്തികളും കേവലം ഒരു പ്രഹസനം മാത്രമായി മാറാറുണ്ടോ? എന്താണ് ഉപവാസത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്? യേശയ്യാ പ്രവാചകനിലൂടെ ഇതിനുള്ള വ്യക്തമായ ഉത്തരം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്നുണ്ട്. തങ്ങളുടെ പാപങ്ങൾ ഉപേക്ഷിക്കാൻ വിസമ്മതിച്ചിരുന്ന അവസരങ്ങളിലും ഇസ്രായേൽ ജനം ഉപവസിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു. ഒരു ദിവസത്തേക്ക് സ്വയം എളിമപ്പെടുത്തി ഞാങ്ങണ്ണെ പോലെ തല കുനിച്ച് ചാക്കുവിരിച്ച് ചാരം പൂശി കിടന്നാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് വേണ്ട കാര്യങ്ങളെല്ലാം നേടിയെടുക്കാം എന്ന ചിന്താഗതി ആയിരുന്നു ഒട്ടേറെ പേർ ഉപവസിക്കാൻ പ്രേരിപ്പിച്ചത്. ഇങ്ങനെ ഉപവസിക്കുമ്പോൾ തങ്ങൾ ഉപവസിക്കുകയാണ് എന്ന് എല്ലാവരും അറിയണം എന്നവർ ആഗ്രഹിച്ചിരുന്നു. അതിനായി ഉപവാസത്തോടനുബന്ധമായി അവർ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നത്തക്ക രീതിയിൽ അന്നേ ദിവസം പെരുമാറുകയും ചെയ്തിരുന്നു. പലപ്പോഴും ഉപവാസത്തിൻ്റെ അലോരസം അകറ്റാൻ അവർ വേലക്കാരെ പീഡിപ്പിക്കുകയും മറ്റുള്ളവരുമായി കലഹിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും
എല്ലാ നുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്. ഏശയ്യാ 58 അധ്യായം 6-7 വാക്യങ്ങൾ. ഉപവാസത്തെ കേവലം ഒരു ശാരീരിക പ്രവൃത്തി മാത്രമായാണോ നാം ഇന്ന് കാണുന്നത്? അതോ ഉപവാസത്തിലൂടെ നമ്മുടെ ആത്മാവിനെ സുഖപ്പെടുത്താൻ കഴിവുള്ള ദൈവാരൂപിയെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാനും നമുക്ക് ഉള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുമുള്ള ഒരവസരമായി ഉപവാസത്തെയും മറ്റു പരിഹാര പ്രവർത്തികളെയും മാറ്റാൻ നമുക്കാവണം. ഉപവസിക്കുക എന്നാൽ കൂടെ വസിക്കുക എന്നാണ് അർത്ഥം. ഉപവസിക്കുന്നവർ ആ സമയം ദൈവത്തോടു കൂടി ആയിരിക്കണം വസിക്കേണ്ടത്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ആവശ്യനേരത്ത് നാം നിലവിളിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ മുമ്പിൽ നടന്ന് എല്ലാം ക്രമീകരിക്കും. നമ്മുടെ പിന്നിൽ നടന്ന് നമ്മെ സംരക്ഷിക്കും. നമ്മുടെ ഇരുണ്ട വേളകൾ മധ്യാഹ്നം പോലെയാകും. മരുഭൂമിയിലും നമുക്ക് സമൃദ്ധി ഉണ്ടാകും. നമ്മൾ നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെയും ഒരിക്കലും വറ്റാത്ത ഉറവ പോലെയും ആകും. ഏശയ്യാ 58 അധ്യായം 8-11 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, നല്ലത് ചെയ്യുമ്പോഴും തിന്മ നിരൂപിക്കുന്ന ഞങ്ങളിലെ പാപത്തെ ഓർത്ത് മാപ്പ് അപേക്ഷിക്കുന്നു. ലോകത്തിൻ്റെ സംപ്രീതി ആഗ്രഹിക്കാതെ അങ്ങയുടെ ഹിതം അനുവർത്തിക്കുന്നവരാകാനുള്ള കൃപ അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ നൽകണമേ. ഞങ്ങളുടെ മധ്യസ്ഥനും മാർഗവുമായ പരിശുദ്ധാത്മാവേ, തെറ്റായ ഞങ്ങളുടെ വഴികൾ നേരെയാക്കി സ്വർഗരാജ്യത്തിലേക്കുള്ള വഴിയെ ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറഞ്ഞ് ദൈവസ്നേഹത്താൽ എന്നെ ജ്വലിപ്പിക്കണമേ. മനസ്സിൻ്റെ അന്ധകാരമകറ്റി ക്രിസ്തുവിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ. ദൈവത്തിന് ഹിതകരമായ ജീവിതം നയിക്കുവാൻ എല്ലാ അശുദ്ധിയെയും നീക്കി എൻ്റെ ഹൃദയത്തിൽ വിശുദ്ധി നിറയ്ക്കണമേ. കാപട്യമകറ്റി ദൈവഭയവും ഭക്തിയും തന്നരുളണമേ. സ്നേഹപിതാവായ ദൈവമേ, പരമാർത്ഥ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കാനും ആരാധിക്കാനും മഹത്വപ്പെടുത്തുവാനുമായി എൻ്റെ പാപങ്ങൾ പുറത്ത് എൻ്റെ മുറിവുകളെ ഉണക്കണമേ. വിശുദ്ധിയിൽ നിലനിന്നുകൊണ്ട് അങ്ങയോടൊപ്പം വസിക്കുവാൻ എൻ്റെ ബലഹീനതകളിൽ അങ്ങെനിക്ക് ശക്തിയായിരിക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി.